മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐഡൻറ്റിഫൈ ദ കസ്റ്റമർ. നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിന് മുമ്പൊരു കാര്യം പറയാം. ഇതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പ്രോഫിറ്റബിലിറ്റി സ്കെയിലബിലിറ്റി. നിങ്ങൾ ബിസിനസ് മോഡൽ ചെക്ക് ചെയ്യുക എന്നുള്ളത്, എന്നിട്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ ബിസിനസ് മോഡൽ ചെക്ക് ചെയ്യണമെന്നൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടേക്കാം. അപ്പോൾ നമുക്ക് അതിന് ആദ്യം നോക്കേണ്ടത് എന്താ വെച്ചാൽ ഐഡൻറ്റിഫൈ ദ റൈറ്റ് കസ്റ്റമർ എങ്ങനെയെന്ന് അറിയാൻ ആദ്യം നോക്കേണ്ടത് ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റിയാണ്. ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, അവരുടെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി, ഏത് ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ആളുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാരുതിക്ക് തന്നെ 2 ഷോറൂം ഉണ്ട് അല്ലേ. നെക്സ എന്ന് പറയുന്ന ഷോറൂമുണ്ട്. കുറച്ചും കൂടി പ്രീമിയം മാരുതിയുടെ കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് അവിടെ. അപ്പോൾ അവർ ആ നെക്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കുറച്ച് ഒരു BMW അല്ലെങ്കിൽ ബെൻസ് ഇതിൻ്റെയൊക്കെ താഴെ, അല്ലെങ്കിൽ ഫോർച്യൂണർ ഇതിൻ്റെയൊക്കെ താഴെയായിട്ടും എന്നാൽ സാധാരണ ആൾട്ടോ ഷിഫ്റ്റൊക്കെ പോലുള്ള കാറുകളുടെ മുകളിലായിട്ടുള്ളൊരു ഓഡിയൻസിന്. അപ്പോൾ ആ ഒരു കസ്റ്റമർ റേഞ്ച് ഒരു 15 lakh to 20 lakh 25 lakh ഇൻ ബിറ്റ്വീനുള്ള ആളുകളായിരിക്കും അവരവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 2 ജെന്യൂനായിട്ടുള്ള നീഡുള്ള ആൾക്കാരായിരിക്കണം. ജെന്യൂനായിട്ടുള്ള നീഡ് എന്ന് പറയുമ്പോൾ ഏത് പ്രോബ്ലംസിനെയാണ് ആക്ച്വലി നിങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുകയും ആ പ്രോബ്ലംസ് ഉള്ള ആളുകളിലേക്ക് എത്തുകയും വേണം. മൂന്നാമത്തെ ഒരു കാര്യം ഡീപ്പ് കസ്റ്റമർ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഡീപ്പ് കസ്റ്റമർ ഇൻസൈറ്റ് ഇതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഈ ഡീപ്പ് കസ്റ്റമർ ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ മാർക്കറ്റിലേക്ക് നമ്മളുടെ സൈക്കോളജിക്കൽ ബിഹേവിയർ എന്താണെന്നുള്ളതാണ്. ആ സൈക്കോളജിക്കൽ ബിഹേവിയറിൽ 3 കാര്യങ്ങളാണ് വരിക. ഒന്നാമത്തെ കാര്യം കോർ നീഡ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എന്ത് പ്രോബ്ലംസാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നുള്ളത്, അത് ഞാനൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇമോഷണൽ ഡിസയർ ആണ്. അവരുടെ ഏത് ഇമോഷൻ, അവരുടെ ഒരു ഡിസയർ ഉണ്ടാവില്ല, അവരതിലേക്ക് കണക്ട്. ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ മേടിക്കാനും നമുക്കൊരു ഡിസയർ ഉണ്ടല്ലോ, നമ്മളൊരു ക്രെഡിബിലിറ്റി കൂടും, അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമൊക്കെ, അല്ലെങ്കിൽ BMW ഒക്കെ മേടിക്കുക, ഒരു ഇമോഷണൽ ഡിസയർ ഉണ്ടല്ലോ. ഏത് ഇമോഷണൽ ഔട്ട്കംസ് ആണ് സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് പെയിൻ പോയിൻറ്റ്. എന്ത് പെയിൻ പോയിൻ്റാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ നാം നോക്കുകയാണെങ്കിൽ അവരുടെ കോർ നീഡ്സ് എന്താണ്, നല്ല ഹെൽത്തി ആയിരിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുക, ഹെൽത്തിൻ്റെ മെട്രിക്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കോർ നീഡ്സ്. ഇമോഷണൽ ഡിസയർ എന്താണ്, ഈ ഹെൽത്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹെൽത്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കൂടും, ഒരു അട്രാക്റ്റീവ് അപ്പിയറൻസ് ഉണ്ടാവും. ഇതൊക്കെ അവരുടെ ഇമോഷണൽ ഡിസയറാണ്. ഏത് പെയിൻ പോയിൻറ്റിനെയാണ് അവർ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ജിമ്മിൽ പോകാൻ സമയമില്ലാത്ത ആളുകളെ, അല്ലെ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്തരം ആളുകളെ, വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ജോലിക്കാരെ ഫോക്കസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളവിടെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരിക. രണ്ടാമത്തെ കാര്യം ഐഡൻറ്റിഫൈ ദ റൈറ്റ് കസ്റ്റമർ. നിങ്ങളുടെ റൈറ്റ് കസ്റ്റമറാണ്, റൈറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളത് നിങ്ങൾ പല മെട്രിക്സുകൾ വെച്ചിട്ടൊന്ന് എഴുതി നോക്കുക. ആരാണ് എൻ്റെ ഓഡിയൻസ്, അവരുടെ ഒരു ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി എന്തായിരിക്കും, അവരുടെ ഏജ് റേഞ്ച് എത്ര ആയിരിക്കും, അവർ മെന്നാണോ വുമൺ ആണോ, അവർ സൊസൈറ്റിയിൽ ഏത് രീതിയിലുള്ള ആളുകളെയാണ് ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ സർവീസ് എത്തിക്കാൻ പോകുന്നത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി ഇതേപോലെ ഒരു 3 കാര്യം കൂടി ഡിസ്കസ് ചെയ്യേണ്ടത് ഞാൻ നെക്സ്റ്റ് വരുന്ന വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാനും, അതേപോലെ ഞങ്ങളുടെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ച ഞങ്ങൾ ഇത്തരം സെഷൻസ് നടത്താറുള്ള സെഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. താങ്ക് യു.